ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ കൈമാറുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്ത്യൻ കോടതികളുടേതായിരിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൽ നിന്നും ഓരോ ദിവസവും ഓരോ മന്ത്രിമാരോ അല്ലെങ്കിൽ അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരോ ഇന്ത്യയിലേക്ക് വരേണ്ട കാര്യമില്ല എന്ന് ഇന്ത്യ തന്നെ ഇതോടുകൂടി വ്യക്തമാക്കുകയാണ്. കുറച്ച് ദിവസത്തിന് മുമ്പാണ് നമ്മുടെ റോയിലെ മേധാവി ബംഗ്ലാദേശിലേക്ക് ഒരു സന്ദർശനം നടത്തി ഇക്കാര്യം വ്യക്തമായി തന്നെ അവിടെ പറഞ്ഞത്. കാരണം ഇന്ത്യൻ കോടതിയുടെ നിയമത്തിലാണ് ഇരിക്കുന്നത്. ഇന്ത്യൻ കോടതി ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറണമെന്ന് പറഞ്ഞാൽ ആ സമയം നമ്മൾ കൈമാറാനുള്ള നടപടിക്രമങ്ങളിലേക്ക് വിദേശകാര്യ മന്ത്രാലയം പോവും. അല്ലാതെ ഭീഷണിയുടെ സ്വരത്തിലും നയതന്ത്രത്തിന്റെ സ്വരത്തിലും ഓരോ ദിവസവും ഓരോ മന്ത്രിയെയും അതോടൊപ്പം തന്നെ ഓരോ വക്താവിനെയും ഒക്കെ ഇന്ത്യയിലേക്ക് അയച്ചുകൊണ്ട് ഷെയ്ഖ് ഹസീനെ ഒന്ന് വിട്ടുതരണം, അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ആ ചെറിയ ആനുകൂല്യങ്ങളൊക്കെ തരാം എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയെ വെറുതെ സുഖിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളൊന്നും കൊണ്ട് ബംഗ്ലാദേശ് വരണ്ട എന്ന് ഇന്ത്യ ഇപ്പോൾ വ്യക്തമായി തന്നെ പറയുകയാണ്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കോ നയതന്ത്ര തന്ത്രങ്ങൾക്കോ വഴങ്ങി ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകില്ല എന്ന് കേന്ദ്രം ആവർത്തിച്ച് അടിവരയിട്ട് പറയുകയാണ്. ബംഗ്ലാദേശ് കോടതി ഹസീനെ കുറ്റവാളിയായി വിധിച്ച സാഹചര്യത്തിൽ കൈമാറ്റ നടപടികൾ വേഗത്തിലാക്കണമെന്ന് ബംഗ്ലാദേശ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ബംഗ്ലാദേശിലെ വിചാരണ നടപടികൾ ഏകപക്ഷീയമായിരുന്നുവെന്ന വാദവും അവിടെ വധശിക്ഷ വിധിക്കപ്പെട്ട പശ്ചാത്തലവും പരിഗണിച്ച് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ വിധി അനുസരിച്ച് മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ എന്നാണ് ഇന്ത്യ അറിയിച്ചിട്ടുള്ളത്. ഹസീനയുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെയും ബാധിച്ചിട്ടുണ്ട്. ഈ മാസം 21-ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ ഇന്ത്യ സന്ദർശിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും സന്ദർശന തീയതിയുടെ കാര്യത്തിൽ ഇതുവരെ അന്തിമ ധാരണയിലെത്താൻ ഇരു രാജ്യങ്ങൾക്കും സാധിച്ചിട്ടില്ല. ഇതിനിടെ തന്നെ വധിച്ചാലും ഡിസംബറിൽ താൻ ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്ന് ഹസീന ഒരു സ്വകാര്യ പരിപാടിയിൽ വെച്ച് പ്രഖ്യാപനം നടത്തിയിരുന്നു. ഈ വർഷം ഡിസംബറിൽ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ താൻ പദ്ധതിയിട്ടിരുന്നതായി ഷെയ്ഖ് ഹസീന തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് മറ്റൊരു ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. ഡിസംബർ തങ്ങളുടെ വിജയമാസമാണ്. അതിനാൽ ഡിസംബർ മാസത്തിൽ തന്നെ മടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1971-ലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തെ അനുസ്മരിച്ചുകൊണ്ട് ഷെയ്ഖ് ഹസീന പറഞ്ഞതായി ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. നിലവിൽ ബംഗ്ലാദേശിൽ ഹസീനയ്ക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 650ഓളം കേസുകളിൽ ഹസീനയ്ക്ക് എതിരെ ബംഗ്ലാദേശ് ട്രിബ്യൂണൽ അടക്കം കേസെടുത്തിട്ടുണ്ട്. കൂടാതെ ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ബംഗ്ലാദേശും തമ്മിലുള്ള നിലവിലെ നയതന്ത്ര ചർച്ചകളിൽ നിന്ന് കൈമാറ്റ അഭ്യർത്ഥനയെ വേർതിരിച്ച് കാണാനാകില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. സ്ഥാപിതമായ നടപടിക്രമങ്ങൾക്ക് അനുസൃതമായി ഞങ്ങൾ വിഷയം പരിശോധിച്ചു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് അറിയിക്കാമെന്നായിരുന്നു പ്രധാനമന്ത്രി റഹ്മാന്റെ കൈമാറ്റ അഭ്യർത്ഥനയെക്കുറിച്ചുള്ള ചോദ്യത്തിന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് നേരത്തെ അറിയിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള 2013-ലെ കൈമാറ്റ ഉടമ്പടിയിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി ആവശ്യമായ എല്ലാ നിയമപരമായ രേഖകളും സഹിതമാണ് ബംഗ്ലാദേശിന്റെ കൈമാറൽ അപേക്ഷ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചിട്ടുണ്ട്. 2024 ഓഗസ്റ്റിലെ ജനകീയ പ്രക്ഷോഭത്തിന് ശേഷം കഴിഞ്ഞ 2 വർഷമായി ഡൽഹിയിലെ രഹസ്യ കേന്ദ്രത്തിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയവും സുരക്ഷയും ഇന്ത്യ നൽകിയിട്ടുണ്ട്. ഓഗസ്റ്റ് 5-ന് തലസ്ഥാനത്ത് നടത്തിയ ഒരു വെർച്വൽ പത്രസമ്മേളനത്തിൽ നാട്ടിലേക്ക് മടങ്ങാൻ താൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണെന്ന് ഷെയ്ഖ് ഹസീന പറയുന്നു. എന്തായാലും ഡിസംബറോടുകൂടി ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ എത്തും. അതായത് ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. അത് കോടതിയുടെ വിധി വന്നാലും ഇല്ലെങ്കിലും ഷെയ്ഖ് ഹസീനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള ഒരു സംവിധാനം ഒരുക്കാം. അതിനുള്ള ഒരു പൂർണ്ണമായ സുരക്ഷ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് കൊണ്ട് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സുരക്ഷയും ഒരുക്കാം എന്നുള്ളത് ഇന്ത്യ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ബംഗ്ലാദേശിൽ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ അവിടെ ഒരു കലാപം അവർ ഉണ്ടാക്കിയ സമയത്താണ് ഷെയ്ഖ് ഹസീനയെ റോയിലെ ഉദ്യോഗസ്ഥരടക്കം അവിടെ തന്ത്രപരമായി തന്നെ അതീവ സുരക്ഷയോടെ ഇന്ത്യയിലേക്ക് ഷെയ്ഖ് ഹസീനയെ കൊണ്ട് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ തിരിച്ചും അതേ രീതിയിൽ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് കൊണ്ട് എത്തിക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ വൃത്തിയായി തന്നെ ചെയ്യുമെന്ന് ഇന്ത്യ നേരത്തെ തന്നെ പറഞ്ഞതാണ്.